നോക്കെത്താ ദൂരം നീണ്ടുകിടക്കുന്ന മരുഭൂമി. നിലനിൽപ്പിന്റെയോ ജീവന്റെയോ യാതൊരു സാധ്യതകളുമില്ല. വറുതിയും വറവും എരിപൊരിവയിലും മാത്രം. എന്നോ ഒരിക്കൽ ഒരുപാട് മഴ ഇവിടെ പെയ്തിരുന്നുവെന്ന് പഴമക്കാരോ യാത്രക്കാരോ പറഞ്ഞെന്ന് വരും. ഓരോ ചുവടും പ്രതികൂലങ്ങളാണ്, ഓരോ നിമിഷവും കഠിനതരമാണ്. എങ്കിലും വറുതിയുടെ ഈ പാരമ്യത്തിലും മരുഭൂമി ചില രഹസ്യങ്ങൾ അവളുടെ മടിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പലപ്പോഴും സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ചില രഹസ്യങ്ങൾ. ഇവയെ മരുപ്പച്ചകൾ എന്ന് വിളിക്കുന്നു. സ്നേഹത്തിന്റെ, ആശ്വാസത്തിന്റെ, ഒരിറ്റു ദാഹജലത്തിന്റെ മരുപ്പച്ചകൾ. ഇത് സൗമ്യ, എറണാകുളം ചേന്നമംഗലം വലിയ പല്ലംതുരുത്ത് സ്വദേശിനി. മസ്കുലർ അട്രോഫി എന്ന രോഗം ബാധിച്ച് ഒരിക്കൽ നിറങ്ങളുടെ ലോകം നഷ്ടപ്പെട്ടു പോയ ഒരു പെൺകുട്ടി. തീവ്രമായ വേദനയിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് തൻ്റെ കടമയെന്ന് വിശ്വസിക്കുന്ന പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രിയപ്പെട്ട മകൾ. ജീവിതം വറുതിയുടെ അനുഭവം ഒരിക്കൽ നൽകിയെങ്കിലും ദൈവകൃപയിൽ ആശ്രയിച്ച് എറണാകുളം അങ്കമാലി രൂപതയുടെ സഹൃദയ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഏറ്റവും മികച്ച സംരംഭകയ്ക്കുള്ള അവാർഡ് നേടിയ മിടുക്കി. എൻ്റെ പേര് സൗമ്യ. നോർത്ത് പറവൂരിലുള്ള വലിയ പല്ലംതുരുത്ത് എന്ന കൊച്ചു ഗ്രാമത്തിലാണ് എൻ്റെ വീട്. എൻ്റെ ജീവിത സാക്ഷ്യം നിങ്ങളോട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ജന്മനാ ഉള്ള ഒരു അസുഖമാണ്, അവസ്ഥയാണ് എൻ്റേത്. എനിക്കൊരു രണ്ട് വയസ്സൊക്കെ ആയിട്ട് ഞാൻ നടക്കാതെ ആയപ്പോഴാണ് എൻ്റെ അപ്പച്ചനും അമ്മയും എൻ്റെ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയി. അങ്ങനെയാണ് എനിക്ക് സ്പൈനോ മസ്കുലർ അട്രോഫി എന്ന രോഗം, നട്ടെല്ലിൻ്റെ വശങ്ങളിലുള്ള മസിലിന് ബലം കുറയുന്ന ഒരു രോഗമാണ്. അതുമൂലം നട്ടെല്ല് വളയുന്നു. പിന്നെ ആ ഒരു ബലക്കുറവ് ശരീരത്തെ മുഴുവനും ബാധിക്കുന്ന ഒരവസ്ഥ. അതാണ് എൻ്റെ അസുഖം. അതിൽ കൃത്യമായ അതിനൊരു ചികിത്സയില്ലാത്തൊരു അസുഖമാണത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത അവസ്ഥയെ ശരീരം തീരെ തളരാതെ കൊണ്ടുപോകുക എന്നുള്ളൊരു ഇത് മാത്രമേ ഇതിനുള്ളൂ. ഇന്ന് സൗമ്യ എറണാകുളം അങ്കമാലി രൂപതയുടെ അംഗപരിമിതർക്ക് വേണ്ടിയുള്ള സംഘടനയായ സ്പർശൻ പ്രൊജക്ടിന്റെ സജീവ പ്രവർത്തകയാണ്. ഭിന്നശേഷിയുള്ള അനേകം കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ രൂപതയുടെ സ്പർശൻ പ്രൊജക്ടിന്റെ ഭാഗമായി സൗമ്യ സജീവമായി പ്രയത്നിക്കുന്നു. സൗമ്യയിലൂടെ ഭിന്നശേഷിക്കാരായ നിരവധി കുട്ടികൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വന്നു. ദൈവമാതാവിന്റെ മധ്യസ്ഥതയിലൂടെ തനിക്ക് ലഭിച്ച ദൈവകൃപ മറ്റുള്ളവർക്കും ഈ മകൾ സ്നേഹപൂർവം പങ്കുവെക്കുന്നു. പള്ളിയിലാണെങ്കിലും ഞാൻ CLC അങ്ങനെ എല്ലാത്തിലും പങ്കെടുക്കുമായിരുന്നു. CLCയിൽ ചേരും എൻ്റെ ഫ്രണ്ട്സ്, കസിൻസും കുട്ടികളൊക്കെ തന്നെ അവരാണ് പള്ളിയിൽ CLC കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നെ വീൽ ചെയറിൽ കൊണ്ടുവരുന്നതും എല്ലാനും. പിന്നെ അമ്മയും അപ്പച്ചനുമാണ് വീൽ ചെയറിൽ തന്നെയാണ്, ദേവാലയം അടുത്തായതുകൊണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് അവരാണ്.
എനിക്ക് അകത്ത് കയറാൻ സാധിച്ചിരുന്നില്ല. ഞങ്ങളുടെ ദേവാലയത്തിൽ ആദ്യം റാമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, വീൽ ചെയറിനകത്തേക്ക് കയറാനുള്ള ഒരു അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ അവിടെ സൈഡിൽ എനിക്ക് അൾത്താര നേരെ കാണാവുന്ന ഒരു രീതിയിലിരുന്ന് ഞാൻ ദിവ്യബലിയിൽ പങ്കുചേരുമായിരുന്നു. എനിക്ക് സിസ്റ്റേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ അച്ഛനാണെങ്കിലും വിശുദ്ധ കുർബാനയ്ക്കൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്ന് തരും. അങ്ങനെ ഞാൻ സാധിക്കുന്ന ദിവസങ്ങളിൽ പോകും, കുർബാനയിൽ സംബന്ധിക്കും. അങ്ങനെ എൻ്റെ ഒരു വിശ്വാസത്തെ ഞാനിങ്ങനെ മുറുകെ പിടിച്ചിട്ടുള്ളൊരു ജീവിതം. കാരണം നമ്മൾ ഒത്തിരിയേറെ ഭാഗങ്ങളുണ്ട് ജീവിതത്തിൽ, തകർന്നു പോകാവുന്ന അവസ്ഥകളുണ്ട്. മറ്റുള്ളവർ ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അവരെ ഓടി കളിക്കണം, അല്ലെങ്കിൽ അവരങ്ങനെ പോകുന്നു, ഇങ്ങനെ കളിക്കുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, എനിക്കത് പറ്റുന്നില്ലല്ലോ. എൻ്റെ ചെറുപ്രായത്തിലൊക്കെ എനിക്കിടയ്ക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെയൊക്കെ. പക്ഷേ എങ്കിലും ഞാൻ വളർന്നു വരും തോറും ഞാനതിനെ ആക്സെപ്റ്റ് ചെയ്ത്, ഞാൻ ആ അവസ്ഥയെ ആക്സെപ്റ്റ് ചെയ്ത് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനൊരു ദൈവം എനിക്ക് തന്ന ഒരു അവസ്ഥയാണ്, ഞാൻ അതിനെ അംഗീകരിച്ചു തുടങ്ങി. പിന്നീട് ആദ്യകാലത്ത് സൗമ്യ എല്ലാവരുടെയും മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിരുന്നു. എന്നാൽ തൻ്റെ വീൽ ചെയറിൽ ഇരുന്ന് സൗമ്യ ദിനംതോറും അശരണർക്കും രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചു. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെ ഫോണിലൂടെയും നേരിട്ടും ആശ്വസിപ്പിച്ചു. ഈ ലോകത്തിലെ ഏറ്റവും ഭാരപ്പെട്ട ഉത്തരവാദിത്വം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണെന്നും അതിനായി ഒരു വലിയ ചുമതല ദൈവം തന്നെ ഭരമേൽപ്പിച്ചിരിക്കുകയാണെന്നും സൗമ്യ ഉറച്ചു വിശ്വസിച്ചു. ഏറ്റവും അധികമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമില്ലാതെ നമുക്കൊന്നും സാധിക്കില്ല. എല്ലാ കാര്യങ്ങളും മാതാവിന് വിട്ടുകൊടുത്ത്, അല്ലെങ്കിൽ ദൈവത്തിന് വിട്ടുകൊടുത്ത് നമ്മളെപ്പോഴും പ്രസൻറ്റ് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാൽ തന്നെയും ദൈവത്തിന് നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് അത് സന്തോഷത്തിലേക്കാവും. എനിക്ക് അങ്ങനെയാണ് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ അടുത്ത നിമിഷം എന്ത് അത് വരുന്നത് വരട്ടെ, വരുമ്പോൾ അത് ദൈവം തന്നെ നമുക്ക് ഈ ജീവിതം ഇങ്ങനെ ഈ ഒരു അവസ്ഥ നമുക്ക് തന്നത് ദൈവമാണെങ്കിൽ ഇതിനെ റിക്കവർ ചെയ്യാനുള്ള ഒരു കഴിവും നമുക്ക് ദൈവം തന്നെ തരും. പക്ഷെ അത് പലരുടെ ഉള്ള ഒരു സപ്പോർട്ടിലൂടെ, പലരിലൂടെ ആയിരിക്കും ദൈവം നമ്മളിലേക്ക് പ്രവർത്തിക്കുക. എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ള ഒരു അനുഭവം അതാണ്. പള്ളത്ത് വീട്ടിൽ ജോയ് ജോളി ദമ്പതികൾക്ക് ആദ്യത്തെ കൺമണിയായി സൗമ്യ പിറന്നപ്പോൾ ആഹ്ലാദമായിരുന്നു. എന്നാൽ നടക്കാൻ പ്രായമായിട്ടും സൗമ്യയ്ക്ക് അത് സാധിക്കാതെ വന്നതോടെ ഡോക്ടർമാർ കുഞ്ഞിന്റെ രോഗം തിരിച്ചറിഞ്ഞു. ആറ്റുനൂറ്റ് പിറന്ന കുഞ്ഞിനുണ്ടായ ദുര്യോഗം താങ്ങാവുന്നതിൻ്റെ അപ്പുറമായിരുന്നു ജോയ് ജോളി ദമ്പതികൾക്ക്. മറ്റു കുട്ടികൾ ഓടിക്കളിച്ച് നടക്കുമ്പോൾ തങ്ങളുടെ മകൾ മാത്രം ഇഴഞ്ഞു നീങ്ങുന്ന അക്ഷരാർത്ഥത്തിലെ മരുഭൂമി അനുഭവം. എൻ്റെ പേര് ജോയ്, ഞാൻ സൗമ്യയുടെ പിതാവാണ്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയുമായിട്ടുള്ള വിവാഹം 1980 മെയ് മാസത്തിലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് 1982 ഏപ്രിൽ മാസം ഒരു ഈസ്റ്റർ ദിവസത്തിൽ ഒരു ആൺകുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു പോയി. അതിനുശേഷം അത് ഞങ്ങൾക്ക് വളരെയധികം സങ്കടകരമായിരുന്നു. കാരണം എൻ്റെ കുടുംബത്തിൽ ഞാനാണ് ഇളയത്, എൻ്റെ ജനറേഷൻ നിലനിർത്തേണ്ട കുട്ടിയാണ്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെയധികം സങ്കടമുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ദൈവം തന്നതാണ് 1983 സെപ്റ്റംബർ 15 സൗമ്യ ഒരു പെൺകുഞ്ഞായി ജനിച്ചു വന്നപ്പോഴും ഞങ്ങൾ വളരെ സന്തോഷിച്ചു. കാരണം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞ് ജനിച്ചു വന്നല്ലോ എന്നുള്ള ആ ഒരു തൃപ്തിയായിരുന്നു മനസ്സിൽ. പക്ഷേ ഏകദേശം ഒരു 1.5 വയസ്സ് വരെ സൗമ്യയ്ക്ക് യാതൊരു പ്രോബ്ലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുതായെല്ലാം നടന്നിരുന്നു, ഒരു സപ്പോർട്ടോടുകൂടി നടന്നു. അപ്പം നടന്നു തുടങ്ങിയതാണല്ലോ. പക്ഷേ ഓവർ ടോക്കിംഗ് ഉണ്ടായി, ഒത്തിരി സംസാരിക്കുമായിരുന്നു സൗമ്യ 1.5 വയസ്സിൽ. അതായത് 2 വയസ്സോടുകൂടി പ്രാർത്ഥനകൾ എല്ലാം തന്നെ ചെല്ലുമായിരുന്നു. കുരിശ് വരയ്ക്കാൻ എല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു അവൾ.
പക്ഷേ അത് കഴിഞ്ഞ് അവൾ പതുക്കെ പതുക്കെ ഡൗണായി തുടങ്ങി. പിന്നെ ഡോക്ടർമാരോട് അന്വേഷിച്ചു, ഡോക്ടർമാരുടെ അടുത്ത് പല ഡോക്ടേഴ്സിനെ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ മസിൽ അട്രോഫിയുടെ അസുഖമാണെന്ന് മനസ്സിലായി. പക്ഷേ അന്ന് മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും ഞങ്ങൾ മാതാവിനെ വിളിച്ചപേക്ഷിച്ചു. മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തെ തളർത്തരുത്, അവൾക്കൊരു വഴി കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മാതാവ് ഞങ്ങളെ വളരെയധികം മാതാവ് ഞങ്ങൾ ദയവ് തോന്നിയോ അതിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തിയോ എന്താണെന്നറിയില്ല, ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം മാറി ഞങ്ങൾ അവളെ കൂടുതൽ കൂടുതൽ സപ്പോർട്ട് ചെയ്തു തുടങ്ങി. ഏകദേശം 4ാം ക്ലാസ് വരെ ഞാൻ അവളെ എടുത്തുകൊണ്ട് പോയി സ്കൂളിൽ ഇരുത്തുമായിരുന്നു, പഠിച്ചു. അത് കഴിഞ്ഞ് അടുത്ത് വേറെ സ്കൂളിൽ ചേർത്തു. 6ാം ക്ലാസ് വരെ എപ്പോഴും സൈക്കിളിലോ മറ്റു വാഹനങ്ങളിലോ കൊണ്ടുപോയി അവളെ എടുത്തുകൊണ്ട് ഇരുത്തി പഠിപ്പിച്ചു. 6ാം ക്ലാസ് മുതൽ അവൾ അന്നമനയുടെ ആശാഭവൻ എന്ന് പറയുന്ന ഒരു ഇതിൽ ഞങ്ങൾ കൊണ്ടുപോയി ആക്കി. ഈ ആശാഭവനിലാക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ തുടർ വിദ്യാഭ്യാസവും അവളെപ്പോലെ ഭിന്നശേഷിയുള്ള കുട്ടികളുമായിട്ടുള്ള സംസർഗം അത് അവളിൽ കൂടുതൽ ആവേശവും മനോധൈര്യവും ലഭിക്കും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. അത് 100% തന്നെ ഫലിച്ചു എന്ന് വേണം പറയാനായിട്ട്. കാരണം അത് കഴിഞ്ഞ് അവൾക്ക് SLCക്ക് ഹൈ മാർക്ക്, അന്നത്തെ കാലത്ത് പറയും 400 മാർക്ക്, അത് നല്ലൊരു പെർസെൻറ്റേജ് മാർക്ക് വാങ്ങി പാസ്സായി. അത് കഴിഞ്ഞു അവൾ DTP മുതലായ കമ്പ്യൂട്ടറൈസർ കോഴ്സുകൾ പഠിച്ചു. അതെല്ലാം അവിടെ നിന്നാണ് ചെയ്തത്. അത് കഴിഞ്ഞ് +1 വരെ പഠിച്ചു. അപ്പോഴൊക്കെ അവളുടെ ടാലൻറ്റ് കാണുമ്പോൾ ഞാൻ പലപ്പോഴും മനസ്സിൽ വിചാരിച്ചിരുന്നൊരു കാര്യമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ദൈവം എത്രയേറെ അല്ലെങ്കിൽ മാതാവ് എത്രയേറെ അവളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അവളുടെ ആ കഴിവുകളെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ. അവൾക്ക് എവിടെയെങ്കിലും പോകാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പരീക്ഷയിൽ പങ്കെടുക്കാനോ എന്തിനും അല്ലെങ്കിൽ ഏതിനും ഞങ്ങൾ അവളുടെ കൂടെ സഹായമായിരുന്നു. കാരണം ആരോഗ്യമുണ്ടെന്ന് പ്രശംസിച്ചാലും സ്വയം പ്രശംസിച്ച് നടക്കുന്ന പല മനുഷ്യരുടെയും മനസ്സ് വൈകല്യമാണ്. അതിനെ അപേക്ഷിച്ച് എപ്പോഴും ഒരു ഭിന്നശേഷിയുള്ള കുട്ടി നമ്മളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അത് നമ്മളുടെ മനസ്സ് നന്നായിരിക്കും. ഒരു പക്ഷേ ഞാൻ എല്ലാ തെറ്റിൽ നിന്നും അല്ലെങ്കിൽ എനിക്ക് തെറ്റുകളിലേക്ക് ഞാൻ വീഴാതെ ഞാൻ മുന്നോട്ട് പോകാൻ കാരണം എൻ്റെ മകളാണ്. അല്ലെങ്കിൽ അവളുടെ ആ ഒരു സപ്പോർട്ട്, പ്രാർത്ഥന എല്ലാം ഞങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. നമുക്ക് അങ്ങനെ ഒരു കുട്ടി ഉണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ ആരും നിരാശപ്പെടരുത്. കാരണം ഇന്ന് നമ്മളുടെ പല കുടുംബങ്ങളിലും മാനസിക വൈകല്യം എല്ലാം തികഞ്ഞിട്ടുള്ള കുടുംബങ്ങളിലും കുട്ടികൾ എത്രയോ വഴിതെറ്റി പോകുന്നു. അതുവഴി മാതാപിതാക്കൾ എന്തിനും വേദനിക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നു. പക്ഷേ നമ്മളുടെ കുടുംബങ്ങളിൽ ഇതൊന്നുമില്ല. ഞങ്ങളുടെ കുടുംബങ്ങളിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. സത്യം പറഞ്ഞാൽ ഏറ്റവും സന്തോഷകരമായ ഒരു കുടുംബമാണ് ഞങ്ങളുടെ. കാരണം മാതാവിനുള്ള പ്രാർത്ഥന. കാരണം ഞങ്ങളുടെ എല്ലാ പരീക്ഷണങ്ങളിലും മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം നൽകിയ മകളെ ഇരു കൈയും നീട്ടി സ്നേഹപൂർവം സ്വീകരിച്ചപ്പോൾ ദൈവകൃപ അവിടെ നിഴൽ വിരിച്ചു. പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയാൽ കണ്ണീർ തൂകുമ്പോൾ മനസ്സറിയുന്ന ദൈവം ഒരു മകനെ കൂടി നൽകി ഈ കുടുംബത്തെ അനുഗ്രഹിച്ചു. നമുക്ക് ഓരോരുത്തർക്കും ലൈഫിലൊരു നിയോഗം ഉണ്ടെന്നാണ് സാധാരണ പറയാറ്. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ നിയോഗം എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള എൻ്റെ ഒരു എനിക്ക് സഹോദരിയെ ദൈവം തന്നു. മാതാപിതാക്കന്മാരെ സംരക്ഷിക്കണം എന്നുള്ളത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത് എൻ്റെ സഹോദരിയെ കൂടി ജീവിതാവസാനം വരെ ലഭിക്കാവുന്ന മാക്സിമം കംഫർട്ടിലും മാക്സിമം ലക്ഷറിയിലും ആളെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഞങ്ങൾ സഹോദരങ്ങൾ എന്നതിനേക്കാൾ ഉപരി ഞങ്ങൾ ഫ്രണ്ട്സാണ്, നല്ല ഫ്രണ്ട്സാണ്. അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതും, ഇവനിപ്പോൾ ഒരു പുതിയ ഡ്രസ്സ് എടുത്താൽ പോലും ഫസ്റ്റ് ചേച്ചിയെ കൂട്ടിയാൽ പോവുക സാധാരണ ഡ്രസ്സ് എടുക്കാൻ, ചേച്ചിയാണെങ്കിലും എന്നെ കൂട്ടിയാൽ പോവുക ഡ്രസ്സ് എടുക്കാൻ. ഞങ്ങൾ തമ്മിൽ ഡ്രസ്സ് എടുക്കുമ്പോൾ പോലും ഞാനൊന്ന് ഇട്ട് നോക്കി ചേച്ചി അത് ഓക്കെ പറഞ്ഞാലേ ഞാൻ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് ലൈഫിലൊരു നല്ല ഫ്രണ്ടിനെയാണ് കിട്ടിയത്. എൻ്റെ ചേച്ചി എന്നതിനേക്കാൾ ഉപരി എനിക്കൊരു നല്ല ഫ്രണ്ടിനെയാണ് ദൈവം തന്നത്. ഞങ്ങൾക്ക് ഓപ്പണായിട്ട് എന്തും സംസാരിക്കാം, അതിനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. സഹോദരങ്ങൾ തമ്മിൽ എന്നുള്ളതിനേക്കാൾ ഉപരി
ഒരു ഫ്രണ്ടിൻ്റെ ചോയ്സ് ചോദിക്കുന്ന സ്ഥലത്ത് എനിക്കങ്ങനെ പുറത്തധികം ഫ്രണ്ട്സ് ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ചേച്ചിയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ അങ്ങനെയാണ് അതിൽ വിശ്വസിക്കുന്നത്. സൗമ്യ ഞങ്ങൾക്ക് അനുഗ്രഹം നിറഞ്ഞ ഒരു മകളാണ്. സൗമ്യയെ കാണുന്നത് തന്നെ ഞങ്ങൾക്കൊരു പ്രചോദനമാണ്. ഈ ഇടവകയ്ക്ക് ഒരു അനുഗ്രഹമാണ് സൗമ്യ. പ്രത്യേകിച്ചും യൂത്തിനെ പ്രചോദിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്, ഒരു മകളായിട്ടാണ് സൗമ്യയെ എനിക്ക് അടുത്തറിയാൻ കഴിയുക. തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായാലും, ജീവിതത്തിൽ പല തിക്താനുഭവങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും കാണിക്കാതെ എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചും തൻ്റെ സഹനങ്ങളെ സ്വർഗീയ സമ്മാനങ്ങളാക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു മകളാണ് സൗമ്യ. ശാരീരികമായി അനേകം വെല്ലുവിളികൾ നേരിടുമ്പോഴും തൻ്റെ വീൽചെയറിൽ ഒറ്റയ്ക്ക് സഞ്ചരിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി നല്ലൊരു പ്രതിദിന വരുമാനം സൗമ്യ സമ്പാദിക്കുന്നു. സൗമ്യ ഞങ്ങളുടെ അഭിമാനമാണ് എന്നും. കാരണം 5 വർഷം മുമ്പ് സൗമ്യയെ ഇടവക ദേവാലയത്തിൽ ബലിയർപ്പണത്തിന് പോകുമ്പോൾ കണ്ടുമുട്ടിയപ്പോൾ അന്നു മുതൽ ആ മകൾക്ക് ഈ ടീമിലേക്ക് അവളെ കൊണ്ടുവരാൻ സാധിച്ചു. എന്ത് കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് മൈൻഡാണ് സൗമ്യതയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം കുടുംബത്തിൻ്റെ വലിയ സപ്പോർട്ട് അവൾ കിട്ടുന്നുണ്ട്. പപ്പയും അമ്മയും ഏക സഹോദരനും ചേർന്ന സന്തോഷമുള്ള കുടുംബം. ഈ സന്തോഷമുള്ള കുടുംബാന്തരീക്ഷത്തിൽ അവൾ വളരുമ്പോൾ അവളുടെ പരിമിതികളൊക്കെ അവൾ മറന്നുകൊണ്ട് അവളുടെ കഴിവുകൾ അവൾ തിരിച്ചറിയാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. സന്തോഷത്തോടുകൂടി ആ കുടുംബാന്തരീക്ഷത്തോട് ചേർന്ന് സഹൃദയുടെ കൈത്താങ്ങുമായി കടന്നു ചെന്നപ്പോൾ അവൾ ചുരുങ്ങിയ വർഷത്തിനുള്ളിൽ അവരുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു സംരംഭകയായിട്ട് അവൾക്ക് മാറാൻ കഴിഞ്ഞു. അവളെപ്പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭിന്നശേഷിയുള്ളവരുടെ കൂട്ടായ്മകൾ രൂപീകരിച്ച് അതിന് നേതൃത്വം കൊടുക്കുക മാത്രമല്ല, ഒത്തിരിയേറെ മക്കൾക്ക് ട്യൂഷൻ കൊടുത്തുകൊണ്ട് അറിവിൻ്റെ ലോകത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ അവൾ പരിശ്രമിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സ്വന്തം ആവശ്യത്തിനുള്ള വസ്ത്രങ്ങളൊക്കെ സ്വയമായിട്ട് തന്നെ നെയ്തെടുക്കുന്ന കഴിവ് കൂടി ആ മകൾക്കുണ്ട്. മനോഹരമായൊരു സഹൃദയ ഫാമിലി മാർട്ടിൻ്റെ ഭാഗമായി അവിടുന്ന് പ്രവർത്തിക്കുമ്പോൾ ജീവിക്കാനുള്ള ഒരു വക കണ്ടെത്തുക മാത്രമല്ല, നിരാശയിൽ കഴിഞ്ഞിരിക്കുന്ന ഒരുപാട് പേർക്ക് പ്രചോദനമായിട്ട് സൗമ്യ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹൃദയയുടെ പ്രത്യേകമായ അംഗീകാരവും ആദരവും ചുരുങ്ങിയ വർഷം കൊണ്ട് വാങ്ങിയെടുക്കുവാൻ, നേടിയെടുക്കുവാൻ സൗമ്യയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴും പുഞ്ചിരിയോടുകൂടി തന്നെ സന്തോഷത്തോടുകൂടി മറ്റുള്ളവരെ കാണുവാനും തൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നിരാശയിൽ കഴിയുന്ന ഒട്ടനവധി അംഗപരിമിതിയുള്ളവർക്ക് ജീവിതത്തിൽ വലിയ പ്രയോജനം നൽകുവാൻ സൗമ്യ പരിശ്രമിച്ചിട്ടുണ്ട്. ഒരു തവണ ഞാൻ എൻ്റെ അനിയനും ഞാനും കൂടെ അവനാണ് എന്നെ എല്ലായിടത്തും കൊണ്ടുപോകുന്നതും, കാറിൽ കയറ്റി കൊണ്ടുപോകുന്നതും, എന്നെ എടുത്തിട്ട് മാറ്റി എങ്ങോട്ടെങ്കിലും വീൽ ചെയറിലേക്ക് ഇരുത്തുന്നതും അവിടെ നിന്ന് അകത്തേക്ക് കയറ്റുന്ന എല്ലാം എൻ്റെ സഹോദരനാണ്. ആളെന്നെ എടുത്തിട്ട് അകത്തേക്ക് കയറിയപ്പോൾ ആളുടെ കാല് സ്ലിപ്പായി. ഞാനും ആളും കൂടെ ഒരു പ്രാവശ്യം വീണു കഴിഞ്ഞ സമയത്ത് എൻ്റെ കാല് ശരിക്കും അന്നത്തെ ആ ഒരു വീഴ്ച വെച്ച് നോക്കുമ്പോൾ തകർന്നു പോകേണ്ടതായിരുന്നു എൻ്റെ കാല്. പക്ഷെ അവിടെയും ദൈവം ഒരു കരുണ കാണിക്കുക. ഞാൻ എന്ത് ചെയ്യും, ഞാനിങ്ങനെ കാലും കൂടെ ഇതായി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അപ്പച്ചനും അമ്മയും തന്നെ കഷ്ടപ്പെടുമല്ലേ എന്ന് ഞാൻ ചെയ്തു. പക്ഷെ അവിടെയും പെട്ടെന്നുള്ളൊരു ഇതിൽ ദൈവം കുറച്ച് സമയം കൊണ്ട് തന്നെ, റെസ്റ്റും കൊണ്ട് തന്നെ അതങ്ങ് മാറി കിട്ടി. അവിടെയെല്ലാം ദൈവത്തിൻ്റെ മാതാവിൻ്റെ ഒരു കാപ്പയുടെ സംരക്ഷണം അതെനിക്ക് ഒത്തിരി ഫീൽ ചെയ്തിട്ടുണ്ട്.
ഒരിക്കലും ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. രാത്രി മാതാവ് എന്നെ ഞാനിങ്ങനെ ശരിക്കും കാണുവാണ് എൻ്റെ മാതാവ് കൈ പിടിച്ച് നടത്തിക്കൊണ്ട് പോണതായിട്ടാണ്. അപ്പം ഞാൻ ജീവിതത്തിൽ ഇന്നുവരെ നടക്കാത്ത വ്യക്തിയാണ്. പക്ഷെ എൻ്റെ മാതാവ് കൈ പിടിച്ച് നടത്തിക്കൊണ്ട് പോകണം. പക്ഷെ ആ മാതാവിൻ്റെ കൈയുടെ മഞ്ഞ് പോലത്തെ ഒരു തണുപ്പ് എൻ്റെ കയ്യിൽ ഞാൻ ഫീൽ ചെയ്തു ആ സമയത്ത്. പക്ഷെ എനിക്കതൊരു എന്താ പറയുക, അപ്പോൾ അന്ന് എനിക്ക് വിശ്വാസമായി. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു. അപ്പം അന്ന് എനിക്ക് വിശ്വാസമായി, മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് വിശ്വാസമായി. തൻ്റെ രോഗത്തിൻ്റെ പരിമിതികളിൽ വേദനിക്കുമ്പോഴും സൗമ്യയെ തകർത്തു കളഞ്ഞ സംഭവം തൻ്റെ മാതാവിന് പിടിപ്പെട്ട ക്യാൻസർ രോഗമായിരുന്നു. പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള മധ്യസ്ഥത വഴി കണ്ണുനീർ പുരണ്ട ഒരുപാട് രാത്രികൾക്ക് ശേഷം സൗമ്യ തൻ്റെ അമ്മയെയും ചോദിച്ച് തിരികെ വാങ്ങി. ഞാനിത് അമ്മയ്ക്ക് ഇങ്ങനെ അസുഖമാണെന്ന് അറിഞ്ഞ നിമിഷം എനിക്കെല്ലാം കഴിഞ്ഞു, എൻ്റെ ജീവിതത്തിലെല്ലാം തീർന്നു എന്ന് ഞാൻ വിചാരിച്ച ഒരു സമയങ്ങളായിരുന്നു അത്. അപ്പോഴും ഞാനപ്പോൾ മാതാവിനോട് ഇത്രേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, എന്നെ തകർക്കരുത്, എനിക്ക് എല്ലാം സഹിക്കാനുള്ളൊരു ശക്തി തന്നെ. ഞാൻ അത്രയും മാതാവിനോട് ഞാൻ ആ സമയത്ത് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. പക്ഷെ അപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ടത് എന്താ പറയുക, എനിക്കത് എല്ലാവരും പലരും ചോദിച്ചിട്ടുണ്ട്, ഞങ്ങളൊക്കെ ചിരിക്കുന്ന കണ്ടിട്ട്, ഞങ്ങൾ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന കണ്ടിട്ട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇവർക്ക് മക്കൾക്ക് അറിയില്ലേ, അമ്മയ്ക്ക് ഈ അസുഖമെന്ന് മക്കൾക്ക് അറിയില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കതൊരു എന്താ പറയുക, എനിക്ക് മാതാവ് തന്നൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണണേ. മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്കത് ഹാപ്പി ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റിയ ഈ ഒരു അവസ്ഥയിലും അതൊരു ഭയങ്കര മാതാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ഇതായിട്ടേ കണ്ടിട്ടുള്ളൂ, ഒരു സന്ദർഭമായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതുപോലെ ജപമാലയ്ക്ക് ഞാൻ 10 ദിവസത്തെ ജപമാല ആഘോഷമായിട്ടുള്ളത് ദേവാലയത്തിൽ നടക്കുമ്പോൾ ഞങ്ങളാ ദിവസം നോമ്പെടുത്തിട്ടാണ് 10 ദിവസത്തെ ആഘോഷമായിട്ടുള്ള ജപമാല പള്ളിയിലുള്ള ദിവസങ്ങളിൽ നോമ്പെടുത്തിട്ടാണ് അതിൽ പങ്കുകൊള്ളുക. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ നോമ്പെടുത്തപ്പോൾ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, അടുത്ത വർഷം ഈ ദേവാലയത്തിൽ അമ്മ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് വന്ന് 10 ദിവസത്തെ കൊന്ത കൂടണം. അത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായുള്ളൂ. അത് മാതാവ് എനിക്കിന്ന് സാധിച്ചു തന്നു. അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കരമായി മാതാവിൻ്റെ ഒരു അത്ഭുതം കാണപ്പെടുന്നത്. ഇപ്പം ഇത്രയും നേരത്തെ ഇനിയിപ്പോൾ ഒക്ടോബർ ആവാൻ ഇനിയും സമയമുണ്ടെങ്കിലും ഇത്രയും നേരത്തെ മാതാവ് അസുഖത്തിൽ നിന്ന് അമ്മയെ സുഖപ്പെടുത്തിയെടുത്തു. അത് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ മാതാവിനോട് ഞാൻ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്കത് നടന്നു കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ എന്തെവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം വന്ന് എനിക്കത് പറ്റില്ല, അങ്ങനെ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ ഞാൻ അങ്ങനെ ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ ജപമാല അങ്ങനെയൊന്നല്ല, ഞാൻ പറയും, സംസാരിക്കുന്ന പോലെ ഞാൻ മാതാവിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയാറുള്ളൂ. പക്ഷെ അതെനിക്ക് മാതാവ് എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. എനിക്ക് ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവളെപ്പോഴും എന്നോട് പറയും, അമ്മ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണ്, അമ്മയ്ക്ക് ഇത്ര ഏജ് ആയില്ലേ, ഒരു ചെക്കപ്പൊക്കെ നടത്തുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ അവളെയും ഒന്ന് കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് അവളുടെ കാര്യമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നാൽ അമ്മയും കൂടി ചെക്കപ്പ് നടത്തുമെന്ന് പറഞ്ഞ് അങ്ങനെ ചെക്കപ്പ് നടത്തി എൻ്റെ രോഗത്തെക്കുറിച്ച് ഡോക്ടർ കണ്ടുപിടിച്ച് അത് കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് ട്രീറ്റ്മെൻറ്റുകളൊക്കെ തുടങ്ങി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് തിയേറ്ററിലെ നഴ്സുമാരൊക്കെ എന്നോട് ചോദിച്ചു, ചേച്ചി ഈ അസുഖം ഈ സ്റ്റേജിൽ ചേച്ചിക്ക് അങ്ങനെ മനസ്സിലായി, ഈ അസുഖം ഒരിക്കലും ഈ ഓവറി ക്യാൻസർ ഒരിക്കലും ഈ സ്റ്റേജിൽ മനസ്സിലാവില്ല, ഏറ്റവും ഗുരുതരമായ അവസ്ഥയിലാണ് ഈ അസുഖം മനസ്സിലാവാറുള്ളൂ, ചേച്ചിക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ സാധിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മകളിലൂടെ മാതാവ് യേശു എല്ലാം അത്ഭുതം പ്രവർത്തിച്ചതാണ്. കാരണം അവളുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്, അല്ലെങ്കിൽ ഇത് ഇനിയും വഷളായി. അപ്പം മാതാവിന്
അറിയാം എൻ്റെ മകൾക്ക് ഇനിയും കൂടുതൽ നാൾ ഞാൻ ജീവിച്ചിരിക്കണം, അവൾക്കൊരു സംരക്ഷണം ഈ ഭൂമിയിൽ എന്നിൽ നിന്ന് ആവശ്യമുണ്ട് എന്ന് മാതാവിനറിയാം. അതുകൊണ്ടാണ് ആ അത്രയും വലിയ അത്ഭുതം. സിസ്റ്റേഴ്സിനൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. ഈ സ്റ്റേജിൽ ഒരിക്കലും ഈ അസുഖം കൊണ്ട് ആരും ഇവിടെ വന്നിട്ടില്ല, ചേച്ചി പേടിക്കണ്ട, ചേച്ചി നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. അപ്പോഴും എനിക്ക് ബോധ്യപ്പെട്ട് അവളിലൂടെ മാതാവിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമാണ് ഈ കുടുംബത്തിന്, അവൾക്കും ഈ കുടുംബത്തിനും എല്ലാം എൻ്റെ ഒരു സാന്നിധ്യം ഈ കുടുംബത്തിന് ആവശ്യമുണ്ട്, അവൾക്കും ആവശ്യമുണ്ട് എന്ന് ഉള്ള ഒരു ഇതിലാണ് മാതാവ് ഇത് ഇത്ര നേരത്തെ വെളിപ്പെടുത്തി തന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നോട് ചോദിക്കുന്ന എല്ലാവരോടും ഞാൻ അങ്ങനെ പറയാം, വലിയ അത്ഭുതമാണത്. അവളിലൂടെ അത്ഭുതം, മാതാവിൻ്റെ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതാണെന്ന് ഞാൻ പറയാറ്. തനിക്ക് ഈ ചക്രക്കസേരയിൽ നിന്നും ഒരിക്കലും എണീക്കാൻ കഴിയില്ലെന്നറിയാമെങ്കിലും പരിശുദ്ധ കന്യകാമറിയം തന്നെ കൈപിടിച്ച് അനുദിനം നടത്തും എന്ന് സൗമ്യ വിശ്വസിക്കുന്നു. കുടുംബ പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനകളും മുടങ്ങാതെ എന്നും സ്നേഹത്തിൽ ജീവിക്കാൻ സൗമ്യ സ്വന്തം കുടുംബത്തിനും നാട്ടുകാർക്കും പ്രേരണയാകുന്നു. സൗമ്യ നമുക്ക് കാണിച്ചു തരുന്ന മറ്റൊരു മാർഗമാണ് വിശുദ്ധ ബലിയെ. പ്രത്യേകിച്ച് ഞായറാഴ്ചയുള്ള അതുപോലെ മറ്റാഘോഷങ്ങളെല്ലാം പള്ളിയിൽ സജീവമായിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന വ്യക്തിയാണ്. അത് മറ്റുള്ളവരെല്ലാം ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ എന്നെ നോക്കും, എനിക്കെന്ത് തോന്നുമെന്നൊരു ചിന്തയൊന്നുമില്ല. അവിടെ വണ്ടിക്ക് തന്നെ സ്വയം മറ്റുള്ളവരൊന്നും ഡിപ്പെൻഡ് ചെയ്യാണ്ട് സ്വന്തമായിട്ട് വീൽ ചെയറിൽ വന്ന് ദേവാലയത്തിൻ്റെ നടുക്കോട്ട് കയറി വന്ന് അതിൻ്റെ വാതിൽ കൂടെ, മെയിൻ വാതിൽ കൂടെ കയറി അതിൻ്റെ ഒരു മധ്യഭാഗത്തായിട്ട് അവിടെ വിശുദ്ധ കുർബാനയെ പൂർണ്ണ ഭക്തിയോടുകൂടിയും അതുപോലെ വിശുദ്ധ കുർബാന കൊണ്ടുവരുമ്പോൾ നമുക്ക് തന്നെ ഒരു തോന്നലുണ്ട്, ഒരു പ്രത്യേകമായിട്ട് ഒരു ദൈവികതയിൽ ജീവിക്കുന്ന വ്യക്തിയാണെന്നൊരു തോന്നലാണ് നമുക്ക് വിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന കഴിഞ്ഞും പെട്ടെന്ന് മറ്റുള്ളവരൊന്നും ഓടി അകലാൻ ശ്രമിക്കുന്നില്ല. അവിടെ തന്നെ നിന്ന് മറ്റുള്ളവരോട് വർത്തമാനം പറഞ്ഞ്, മറ്റുള്ളവരോട് കൂടുതൽ ഒത്തിരി സംസാരിച്ച് ചിരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടാനൊക്കെ താല്പര്യപ്പെടുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ മറ്റൊരിക്കലും ഒളിച്ചോടുന്നൊരു വ്യക്തിത്വമല്ല, മറിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ സാക്ഷ്യമായിട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കലും എനിക്ക് ദൈവത്തോട് ദേഷ്യം തോന്നിയിട്ടില്ല. ഒരു നിമിഷത്തിൻ്റെ 1000-ൽ അംശത്തിൽ പോലും ഞാൻ ദൈവത്തിന് ഒരിക്കലും ഞാൻ വെറുത്തിട്ടില്ല. അങ്ങനെ വെറുത്ത് കഴിഞ്ഞാൽ അയ്യോ, ചിന്തിക്കാൻ പോലും പറ്റണില്ല അത്. കാരണം ദൈവം ഇല്ലെങ്കിൽ ഒന്നുമില്ല. മറ്റുള്ളവർ നമുക്കൊരു ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അവരിലൂടെ ദൈവം തോന്നിക്കണം, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവർക്കൊരു ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എന്നിലൂടെ ദൈവം തോന്നിപ്പിക്കണം. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ. എല്ലാവരും ദൈവം എന്നൊരു ശക്തി അത് പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ ഒന്നും നമുക്ക് ഈ ലോകത്തിലൊന്നും നടക്കില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരിക്കലും ദൈവത്തോട് ദേഷ്യം തോന്നിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. പരിമിതികളുടെ ലോകത്താണ് സൗമ്യ. എന്നാൽ അവൾ പരിമിതികളുടെ ലോകത്തുള്ളവർക്ക് വേണ്ടി നിരന്തരം ദൈവമാതാവിനോട് മധ്യസ്ഥത യാചിക്കുന്നു. ആരുടെ മുമ്പിലും കൈനീട്ടാതെ അധ്വാനിച്ച് ജീവിക്കുന്നു. ദൈവം തനിക്കായി ഒരുക്കിയ പദ്ധതിയിൽ സ്വയം സമർപ്പിക്കുന്നു. ഈ നിമിഷം നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കാരുണ്യം. അടുത്ത സെക്കൻഡിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ ജീവിതത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. അത് ഹാപ്പി ആയിട്ട് ജീവിക്കുക, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക, എന്താ പറയുക, എല്ലാം ദൈവത്തിന് കൊടുക്കുക. ഈ നിമിഷം നമുക്ക് ദൈവം നടത്തിയാൽ അടുത്ത നിമിഷവും നമുക്ക് ദൈവം തന്നെ നടത്തി തരും. കിടന്നുകൊണ്ട് കൊന്ത കെട്ടുന്നവരെ എനിക്കറിയാം. എഴുന്നേറ്റിരിക്കാൻ പറ്റാതെ കിടന്നുകൊണ്ട് കൊന്ത കെട്ടുന്ന ചേച്ചിമാരെയൊക്കെ എനിക്കറിയാം. പിന്നെ അതുപോലെ തീരെ ഭക്ഷണം വരെയും വായിൽ വെച്ച് കൊടുക്കേണ്ട അങ്ങനത്തെ ചേച്ചിമാരെ എനിക്കറിയാം. അവരൊക്കെ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നവരാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്.
അത് ചെയ്യാം എല്ലാവർക്കും. അങ്ങനെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ജീവിതം എല്ലാവരും നയിക്കുക. മരുഭൂമി വരണ്ടതാണ്, പ്രയാസമേറിയതാണ്, പ്രതിബന്ധങ്ങൾ ഏറെയുണ്ട്. എന്നാൽ ദൈവം കൃപയാൽ ഒരുക്കുന്ന ചെറിയ മരുപ്പച്ചകളുണ്ടവിടെ. ആരും ഒരിക്കലും അറിയുന്നില്ലെങ്കിലും മരുപ്പച്ചകൾ ഉണ്ടാവുന്നുണ്ട്. ദൈവം ഒരുക്കുന്ന മരുപ്പച്ചകൾ. Mm-hmm.